നടൻ ഷൈൻ ടോം ചാക്കോ കുറ്റവിമുക്തനാക്കപ്പെട്ട കൊക്കൈൻ കേസിൽ പോലീസ് അന്വേഷണത്തിലെ പിഴവുകൾ എണ്ണിപ്പറഞ്ഞ് വിചാരണ കോടതി. അന്വേഷണം നടപടിക്രമങ്ങൾ പാലിച്ച് പൂർത്തിയാക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നും ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ള പ്രതികൾ കൊക്കൈൻ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ചില്ലെന്നും ഉത്തരവിലുണ്ട്. വിധി പറഞ്ഞ് 2 മാസങ്ങൾക്ക് ശേഷമാണ് വിധിപ്പകർപ്പ് പുറത്തുവരുന്നത്. ഫെബ്രുവരി 11-നായിരുന്നു ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ള 5 പ്രതികളെ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി കുറ്റവിമുക്തരാക്കിയത്. ഉത്തരവ് വന്ന് 2 മാസങ്ങൾക്ക് ശേഷം കോടതി വിധിപ്പകർപ്പ് പുറത്തുവരുമ്പോൾ പോലീസ് പ്രതിക്കൂട്ടിലാകുകയാണ്. പ്രതികൾ കൊക്കൈൻ ഉപയോഗിച്ചു എന്ന് പോലീസ് പരിശോധിച്ചില്ല. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന എന്ന പ്രോസിക്യൂഷൻ വാദം പോലീസ് പെട്രോളിംഗ് സംഘം കോടതിയിൽ തള്ളിപ്പറഞ്ഞു. ഷൈൻ ടോം ചാക്കോ ഉണ്ടായിരുന്ന ഫ്ളാറ്റ് തുറന്നതാരാണെന്നും ആദ്യം അകത്തേക്ക് കടന്നതാരാണെന്നും പോലീസ് ഉദ്യോഗസ്ഥന് ഓർമ്മയുണ്ടായിരുന്നില്ലെന്നും വിധിപ്പകർപ്പിലുണ്ട്. കേസിൽ പിടിയിലായ യുവതികളെ പരിശോധിച്ചത് വനിതാ പോലീസല്ല. 1-ാം പ്രതി രേഷ്മയുടെ പോക്കറ്റിൽ നിന്നും കൊക്കൈൻ കണ്ടെത്തിയിട്ടില്ലെന്നാണ് വനിതാ പോലീസ് ഉദ്യോഗസ്ഥ വിചാരണഘട്ടത്തിൽ പറഞ്ഞത്. പിടിച്ചെടുത്ത കൊക്കൈന്റെ ഘടകങ്ങൾ വേർതിരിച്ച് പരിശോധിക്കുകയോ പോലീസ് കണ്ടെത്തിയ വസ്തുക്കൾ സെർച്ച് മെമ്മോയിൽ രേഖപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. കൊക്കൈൻ ഹൈഡ്രോക്ലോറൈഡാണ് പിടിച്ചെടുത്തത്. എന്നാൽ ഫോറൻസിക് ലാബിൽ ക്ലോറൈഡ് ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ കൃത്യമായി വേർതിരിച്ച് പരിശോധന നടത്തിയിട്ടില്ലെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. 2015-ലാണ് ഫ്ളാറ്റിൽ നിന്നും കൊക്കൈൻ പിടിച്ചെടുത്തതിൽ നടൻ ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ളവരെ പ്രതികളാക്കി കടവന്ത്ര പോലീസ് കേസെടുത്തത്. ന്യൂസ് 18 കൊച്ചി.